പ്രിയമുള്ളവരെ നമസ്കാരം. എൻ്റെ പുതിയ തീരുമാനം ഒരുപാട് പേർക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആൾക്കാരും അതിൻ്റെ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, പല ആൾക്കാരും എന്നെ അതിശക്തമായി പരിഹസിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ദയവ് ചെയ്ത് ഒരു നിമിഷം അത് ചിന്തിച്ച് നോക്കുക. ചിന്തിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വലിയ സത്യസന്ധമായി തന്നെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും അത് വായിക്കാം. ഞാനിനി പറയാൻ വരുന്നത് ജീവിതത്തിൽ രക്ഷപ്പെട്ടവരും പരാജയപ്പെട്ടവരും, രക്ഷപ്പെട്ടവരെടുത്ത തീരുമാനങ്ങളും പരാജയപ്പെട്ടവരെടുത്ത തീരുമാനങ്ങളും, ഇത് ഒരുപാട് മോട്ടിവേഷണൽ പുസ്തകങ്ങളുണ്ട്, ഒരുപാട് സക്സസ് മന്ത്രങ്ങളിലുണ്ട്. അപ്പോൾ ഇത് പരമാവധി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതിലെല്ലാം ആത്യന്തികമായിട്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളാണ് അയാളെ സക്സസ് ആക്കിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭാവിയുടെ സാധ്യതകളെ മനസ്സിലാക്കി മുന്നോട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു ബിസിനസ് നടക്കുന്ന ഒരുവൻ തൻ്റെ ഈ വരാൻ പോകുന്ന ഭാവിയിൽ എന്താണ് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനമെടുക്കുമ്പോഴാണ് ആ ബിസിനസ് സക്സസ് ആവുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു കാലത്ത് ഇവിടുത്തെ വലിയ സക്സസ്ഫുൾ ഫോണായിരുന്ന നോക്കിയ എന്ന് പറയുന്ന കമ്പനിയും നോക്കിയ ഫോണും പിൽക്കാലത്ത് തകർന്നില്ലാതായി പോകാനുള്ള പ്രധാന കാരണങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ സ്മാർട്ട് ടെക്നോളജിയുടെ സാധ്യതകളെ പഠിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ പോയതുകൊണ്ടാണ്. ഒരു കാലത്ത് കൊഡാക്ക് എന്ന് പറയുന്ന ക്യാമറ ഈ നമ്മുടെ ഇവിടുത്തെ അത്ഭുതം സൃഷ്ടിച്ച ഫിലിം ക്യാമറകളിൽ ഒന്നാണ്. പക്ഷേ പിന്നീട് വന്ന ഡിജിറ്റൽ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയവരാണ്. നമ്മുടെ മലയാള സിനിമയിലെ പല പ്രഗത്ഭരായ ചലച്ചിത്ര സംവിധായകരും കാലഘട്ടത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച്, പുതിയ തലമുറയുടെ ചിന്തകൾക്കനുസരിച്ച് സിനിമകൾ നിർമ്മിക്കാൻ കഴിയാതെ, അത്തരം സിനിമകൾ ചിന്തിക്കാൻ കഴിയാതെ ഇങ്ങനെ പല പ്രഗത്ഭരും നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഈ ലോകത്ത് കാലഘട്ടത്തിൻ്റെ സാധ്യതകളെയും ഭാവിയുടെ സാധ്യതകളെയും തിരിച്ചറിയാൻ കഴിയാത്തവരെല്ലാം തന്നെ നശിച്ചു പോവുകയും ഈ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുള്ളവരെല്ലാം തന്നെ ലൈഫിൽ രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി 2010 എനിക്ക് ആ സമയത്ത് PSC എഴുതിയ പല ജോലികളും എനിക്ക് കിട്ടിയതാണ്. ചെറുതാണെങ്കിലും എഴുതിയ ജോലികൾ പലതും എനിക്ക് ലഭിച്ചതാണ്. പക്ഷേ ഞാൻ ഒരു സർക്കാർ ചുവരിനുള്ളിൽ തളയ്ക്കപ്പെട്ട ഒരു സർക്കാർ ജോലിക്കാരനായി മാറാൻ 2010 ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ സമയത്ത് ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. അമേരിക്കൻ കമ്പനിയാണ് ഞാനന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലേർഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കൂ. ബോട്ടോക്സ് എന്ന് പറയുന്ന ഇന്ന് വർധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ബ്രാൻഡ് കണ്ടുപിടിച്ച കമ്പനിയാണ് അലേർഗൻ. ഓഫ്താൽമിക്, കണ്ണിൻ്റെ മെഡിസിനിൽ വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപ്ലോയി ആയിട്ട് 50,000-ഓളം രൂപ ശമ്പളം വാങ്ങുന്ന ആ നിലയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഈ ജോലി ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. അന്ന് എൻ്റെ കമ്പനിയുടെ മാനേജർ മിസ്റ്റർ പളനിസ്വാമി എന്നോട് ഹൈദരാബാദിൽ വെച്ച് പറഞ്ഞു, രാജ, അതെ, അഖിൽ രാജ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം എന്നെ മാത്രമല്ല പലരും അദ്ദേഹം രാജ എന്ന് കൂപ്പിടാറുണ്ട്. രാജ, നീ എടുക്കുന്ന ഒരു മോശം ഡിസിഷനാണിത്. ഈ കമ്പനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു എംപ്ലോയിയാണ് നീ. ഈ ഒരു പ്രായത്തിൽ ഈ കമ്പനിയിൽ നീ ഈ ശമ്പളം മേടിച്ച് നിൽക്കുമ്പോൾ 2020 സമയത്ത് ഒരു 10 വർഷം കഴിഞ്ഞാൽ നീ എന്ത് ശമ്പളം മേടിക്കും? നിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞത്, സാർ, എനിക്കൊരു 30 വയസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 35 വയസ്സാകുന്ന സമയത്ത് ഈ കമ്പനിക്ക് എന്നോടുള്ള താല്പര്യം കുറയും. എനിക്കൊരു പക്ഷേ ശമ്പളം കിട്ടിയേക്കാം. പക്ഷേ 35-ാമത്തെ വയസ്സിൽ കമ്പനി എന്നോട് കാണിക്കുന്ന സ്നേഹം അവസാനിക്കുകയും എൻ്റെ ഊർജ്ജവും എൻ്റെ ഓജസ്സും ഒക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വരികയും ചെയ്യും. അങ്ങനെ ഏതോ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് എൻ്റെ നല്ലൊരു പ്രായം അവസാനിപ്പിച്ച് അവസാന നാളുകളിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകും. എനിക്ക് സിനിമയിൽ പോകണം, എനിക്ക് നാടറിയപ്പെടുന്ന ഒരാളായി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞു, രാജാ, എടേമേ കം യു വിൽ റിഗ്രറ്റ് എന്ന് പറഞ്ഞു. ഒരു നാൾ വരും, അന്ന് നീ പശ്ചാത്തപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പശ്ചാത്തപിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചു. സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന അതേ സമയം തന്നെ സിനിമയും രാഷ്ട്രീയവുമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന 2 മഹാശക്തികളെന്ന് എനിക്കറിയാം. സ്പോർട്സ് മറ്റൊരു മഹാശക്തിയാണ്. പക്ഷേ സ്പോർട്സ് കാലം കഴിയും തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്പോർട്സിന് പിന്നാലെ ഞാൻ സഞ്ചരിച്ചാൽ അവിടെയും എൻ്റെ 35 വയസ്സ് വരെയുള്ള യാത്ര പിന്നീട് ഡീഗ്രോത്തായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ സ്പോർട്സ് ഉപേക്ഷിക്കുകയാണ്. അതേസമയം ഞാൻ രാഷ്ട്രീയവും സിനിമയും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഞാൻ അന്നെടുത്ത തീരുമാനമാണ് നിങ്ങൾ ഇന്നീ കാണുന്ന അഖിൽമാരിലേക്ക് ഞാൻ എന്നെ എത്തിക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാം കാണുന്ന എൻ്റെ ഫാമിലി, ഒരുപക്ഷെ ബിഗ് ബോസിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് എപ്പിസോഡുകളിലൊന്നായിരുന്നു എൻ്റെ മക്കളുടെ എൻട്രി, എൻ്റെ ഫാമിലിയുടെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി. എന്തുകൊണ്ടാണ് അവർ ഇന്നും ഇത്ര ഹാപ്പിയായി കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എൻ്റെ മറ്റൊരു മികച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ജോലിയോ കൂലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലക്ഷ്മിയുടെ അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ കല്യാണം കഴിക്കണമെങ്കിൽ എവിടെയെങ്കിലും വല്ല ജോലിക്കും പോകണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ലക്ഷ്മിയുടെ അമ്മയെടുത്ത് പറഞ്ഞു, എനിക്ക് സിനിമയുടെ പിന്നാലെ സഞ്ചരിക്കണം, എനിക്ക് രാഷ്ട്രീയത്തിലും സിനിമയിലും ആരെങ്കിലും ഈ രണ്ട് മേഖലയിലും എന്തെങ്കിലും ആകണം.
അല്ലാതെ ഞാനിപ്പോൾ ഒരു ജോലി, ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താൽക്കാലികമായി ഞാനൊരു ജോലിക്ക് പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു വർഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിയും. കാര്യം ജോലിയുണ്ട്, ശമ്പളമുണ്ട്, സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിൻ്റെ സുഖവും സമാധാനവും സന്തോഷമൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് പതിയെ പതിയെ കുടുംബങ്ങളിലുണ്ടാകുന്ന സ്വാരസ്യങ്ങളും സ്വരച്ചേർച്ചകളും പതിയെ നമ്മൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ വരും. ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കും, അയ്യോ ഞാൻ രാഷ്ട്രീയത്തിൽ തുടർന്നിരുന്നെങ്കിൽ അന്ന് 2 വർഷം മുമ്പ് എൻ്റെ കൂടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നതേ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. അതുപോലെ അന്ന് എൻ്റെ ഒപ്പം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതേ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്നു, അവൻ്റെ സിനിമ ഓണായി. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് കഴിയാതെ പോയത്? ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നത്. എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് സിനിമയും രാഷ്ട്രീയവും ഉപേക്ഷിക്കേണ്ടി വന്നത്. സ്വാഭാവികമായും എൻ്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി മാറിയത് എൻ്റെ വിവാഹമാണ്, അതിന് കാരണക്കാരിയായി മാറിയത് എൻ്റെ ഭാര്യയാണ് എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരും. അത് പതിയെ പതിയെ എന്നിൽ ഫ്രസ്ട്രേഷൻ തീർത്തുകൊണ്ടേയിരിക്കും. ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും അതിന് തടസ്സമായി മാറിയവരോട് പതിയെ പതിയെ വിരോധം തുടങ്ങും. അത് കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ലക്ഷ്മിയെ ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരും. ഇത് ഞാൻ വിവാഹത്തിന് മുൻപ് ലക്ഷ്മിയുടെ അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ പ്രായം വെറും 26 വയസ്സാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം ഞാൻ അന്ന് ഇത് പറഞ്ഞിട്ട് അവരോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നു, നിങ്ങൾ എന്നെ ഒന്ന് സ്വതന്ത്രമായി വിടൂ, ഞാൻ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ നേടിയെടുത്ത് കാണിച്ചു തരാം. അവരത് പൂർണ്ണമായിട്ടൊന്നും അംഗീകരിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ അവരെനിക്കൊരു സ്വാതന്ത്ര്യം തന്നു. അവർ അത്തരത്തിലുള്ള അനാവശ്യ പ്രശ്നമൊന്നും ചെയ്തില്ല. അന്ന് ഞാൻ ലക്ഷ്മിയെടുത്ത് പറഞ്ഞു, ഭാവിയിൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നീ, നിൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ഞാൻ വളരുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത്. അതല്ലാതെ ഞാൻ താൽക്കാലികമായിട്ട് മാസം ഒരു 20,000 30,000 രൂപ ശമ്പളം മേടിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു ചെലവിനേക്കാളും വലുതാണ് എന്ന് ഞാൻ പറയുകയും അത് ഞാൻ നേടിയെടുത്ത് എൻ്റെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുകയും പിന്നീട് അവരെല്ലാം അഭിമാനിക്കുകയും ചെയ്തു എന്നതും ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞത്, ഓരോ തീരുമാനമെടുക്കുമ്പോഴും എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത്, എവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടാവുന്നത്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കംഫർട്ടാവുന്നത്, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയാവുന്നത്, ഇതെല്ലാം ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും വളരെ കൃത്യമായ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾക്കറിയാം, സിനിമ എടുത്ത് പരാജയപ്പെട്ട സംവിധായകനാണ് ഞാൻ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സിനിമ എൻ്റെ നിയന്ത്രണത്തിലല്ല. അവിടെ എന്നെ നിയന്ത്രിക്കാൻ സിനിമയിലെ ഒരു സ്റ്റാറിന് കഴിയും, സിനിമയിലെ നിർമ്മാതാവിന് കഴിയും, സിനിമയിലെ മറ്റു പലർക്കും കഴിയും. കാരണം ഇവരുടെ എല്ലാം നിയന്ത്രണങ്ങളും ഇവരുടെ എല്ലാ തീരുമാനങ്ങളെയും കൂടെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടാണ് ഞാനൊരു സിനിമ ഒരുപക്ഷെ ചെയ്യേണ്ടി വരുന്നത്. അത് സിനിമയിൽ അഭിനയിച്ചാലും ഇത് തന്നെ നടക്കും, മറ്റു പല കാര്യങ്ങൾ ചെയ്താലും ഇത് തന്നെ നടക്കും. പക്ഷേ ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു. എന്താ കാരണം? എന്നെ അവിടെ ആരും നിയന്ത്രിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട്, എൻ്റെ സ്വതന്ത്രമായ തീരുമാനങ്ങളോട് കൂടി ഞാൻ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ജനങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി, ജനങ്ങൾക്ക് എൻ്റെ കഴിവുകൾ മനസ്സിലാക്കാൻ പറ്റി, എൻ്റെ കഴിവ് കേടുകൾ മനസ്സിലാക്കാൻ പറ്റി, എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റി, എൻ്റെ ഉള്ളിലെ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ സ്വന്തം താല്പര്യം, എൻ്റെ സ്വന്തം ചിന്തകളിലൂടെ സഞ്ചരിച്ചിട്ട് ഞാൻ ജയിച്ചു വന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഞാൻ ചേരുന്ന സമയത്ത് നോക്കൂ, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കാലഘട്ടത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ബി ജെ പിക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ആരെല്ലാം നിരത്തിയാലും കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കി, കഴിവുള്ള ജനതയെ മനസ്സിലാക്കി, കഴിവുള്ള മനുഷ്യരെ കൂടെ കൂട്ടി ഈ നാട് വികസിപ്പിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്നത്. എത്രയോ പ്രാവശ്യം എൻ്റെ മുൻപുള്ള എല്ലാ ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടിന് ഏറ്റവും ഗുണപ്പെടുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം നോക്കാതെ വ്യക്തികളെ സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിരിക്കുന്ന പല കേന്ദ്രമന്ത്രിമാരെ നമ്മൾ എടുത്തു നോക്കൂ, ഇന്ന് കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ നമ്മൾ എടുത്തു നോക്കൂ. ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ബലിദാനികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുടുംബം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിരവധി മനുഷ്യരുണ്ട്. പക്ഷേ ഒരേ മനസ്സോടുകൂടി രാജ്യ പുരോഗതിക്കായിട്ട് കഴിവുള്ളവനെ തിരിച്ചറിഞ്ഞ് പരമാവധി സപ്പോർട്ട് കൊടുത്ത് അവൻ്റെ കഴിവുപയോഗിച്ച് ഈ നാട് നയിക്കപ്പെടട്ടെ, ഈ നാടിന് അവന് പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം നിസ്വാർത്ഥരായിട്ടുള്ള സ്വയം സേവകരെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളായിട്ട് ഈ രാജ്യത്ത് എത്രയെത്ര വ്യക്തിത്വങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മനോഹർ പരീക്കറിനെ പോലൊരു മനുഷ്യൻ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത്
രാജ്യത്തിന് അഭിമാനകരമാകുന്ന ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഗോവയിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുവെന്നും അവിടെ തിരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി പോകണമെന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹം അവിടെ പോയി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് പ്രവർത്തിക്കുകയാണ്. അതേപോലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വന്ന് ഒരു സാധാ RSSകാരൻ പ്രവർത്തിക്കുന്നത് പോലെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വന്ന് പ്രവർത്തിക്കുകയാണ്. 8 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് ശേഷം ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനോ അധികാരത്തിന് പിന്നാലെ പോകാനോ ശ്രമിക്കാതെ ആത്മാർത്ഥമായിട്ട് മറ്റൊരു പ്രദേശത്ത് വന്ന് നിന്ന് അവിടുത്തെ ഒരു സാധാരണ RSSൻ്റെ മുഖ്യ ശിക്ഷകർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ജനങ്ങളെ പഠിപ്പിച്ചത് അതാണ്. നിർമ്മലാ സീതാരാമനെ പോലെ ഒരാളെ സ്വീകരിക്കുകയും അതുപോലെ അശ്വിനി വൈഷ്ണവിനെ പോലെ ഒരാളെ സ്വീകരിക്കുകയും ഇത്തരത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള പ്രഗത്ഭര ജയശങ്കറിനെ പോലെ ഒരാളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കാട്ടിയും കൂടുതലും ഇവരുടെ ദീർഘവീക്ഷണവും ഇവരുടെ ചിന്താഗതിയും ഇവരുടെ കഴിവും വീക്ഷണവും ഒക്കെ തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ആ സ്വീകാര്യതയാണ് രാജ്യത്ത് BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജാതിയോ മതമോ എല്ലാത്തിനേക്കാൾ ഉപരി BJPയുടെ ദീർഘവീക്ഷണം BJPയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് പോകുന്ന തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ഞാൻ എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അടിമ മനോഭാവമാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് അന്നത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചപ്പോൾ ആ ജനാധിപത്യപരമായിട്ട് വല്ലഭായ് പട്ടേലിന് ലഭിച്ച വോട്ടുകളെ വെട്ടിയൊതുക്കി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തൻ്റെ ഒപ്പം നിർത്തിയിട്ടുള്ള അണികളെയൊക്കെ തന്നെ തൻ്റെ അടിമകളാക്കി മാറ്റി. അങ്ങനെ ആ അടിമ മനോഭാവം സൃഷ്ടിച്ച് ആർക്ക് കാര്യം നടക്കാൻ ഈ നേതാക്കന്മാരുടെ കാല് താങ്ങിയും മൂട് താങ്ങിയും നിൽക്കണമെന്ന് പറയുന്നൊരവസ്ഥ അവിടം തൊട്ടേ സൃഷ്ടിച്ച് സോണിയാഗാന്ധിയുടെ ഓഫീസ് വരെ അത് വന്ന് കൊണ്ടുവന്ന് എത്തിച്ച് കഴിവുള്ള നിരവധി മനുഷ്യരെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വെട്ടിയില്ലാതാക്കി. അതങ്ങ് ഹൈക്കമാൻഡ് മുതൽ ഇനി താഴെ തട്ടിലെ ബൂത്ത് വരെ നമ്മൾ കണ്ട കാഴ്ചയാണ്. ഏതൊരു ചെറുപ്പക്കാരൻ മിടുക്കനാണോ, ഏതൊരു ചെറുപ്പക്കാരൻ ഈ നാടിനെ നയിക്കാൻ ശേഷിയുണ്ടോ അവനെ യൂത്ത് കോൺഗ്രസിൽ നിന്നും KSUവിൽ നിന്നും വെട്ടിയൊതുക്കി ഇല്ലാതാക്കി നേതാക്കന്മാരുടെ ആസനം താങ്ങി നടക്കുന്ന യാതൊരു കഴിവും ബോധവും ഇല്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത, ഈ നാടിനെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത, ഈ നാടിനെ നയിക്കാൻ ശേഷിയില്ലാത്ത കുറേ ആൾക്കാരെ എടുത്തു വെച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് നേതാവേ എന്ന് വിളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി എന്നുള്ളതൊക്കെ ഈ പുതിയ അഭിപ്രായമല്ല, ഇതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എന്നിരുന്നാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഇനിയും വരരുത് എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട്, ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ നിരന്തരം കോൺഗ്രസിനെ അനുകൂലിക്കുന്നതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ അറ്റാക്ക് ചെയ്ത് സംസാരിച്ചുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ അവനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവനെ ഒപ്പം നിർത്തുക എന്നത് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രപരമായ ബുദ്ധിപരമായ ഒരു നീക്കം മാത്രമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും കോൺഗ്രസ് വേദികളിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് ആശയപരമായി തടസ്സങ്ങൾ വരുന്ന പല കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയെ ഒരു കാലത്തും എനിക്ക് അംഗീകരിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതും, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഒരു വരി പോലും ഞാൻ നാളിതുവരെ എഴുതിയിട്ടില്ല എന്നുള്ളതും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള യാതൊരു ശേഷിയും ഇല്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ച് ഈ പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ട് വെച്ചത് തന്നെയാണ് ഈ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നുള്ളത് ഈ പാർട്ടിയിലെ കഴിവുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നീട് അപ്പം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പോക്കെന്താണ്, ഈ പാർട്ടിയുടെ പോക്കെന്താണ്, ഇത് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വലിയ ഒരു പ്രയാസവുമില്ല നമുക്കിത് പറയാൻ. അതായത് രണ്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിങ്ങളൊന്ന് എടുക്കൂ. ഒരു വണ്ടി ടെക്നിക്കലി എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അങ്ങനെ ഏറ്റവും മികച്ച ഒരു വണ്ടി ഒരു നല്ല ഡ്രൈവർ ഓടിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആ വണ്ടിയിൽ കയറാം. അതേസമയം ഇപ്പുറത്തൊരു വണ്ടി കിടക്കുകയാണ്, അതിൻ്റെ ഡ്രൈവറിന് കൊള്ളാമെങ്കിൽ പോലും നമ്മൾ പറയുകയാണ് ഈ വണ്ടിയുടെ ടയർ മോശമാണ്, ഇതിൻ്റെ എൻജിൻ മോശമാണ്, ഇതിൻ്റെ റേഡിയേറ്റർ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലച്ചില്ല, ഇതിന് ബ്രേക്ക് കുറവാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ റെഡിയാക്കൂ, അതിന് നല്ല ടെക്നീഷ്യന്മാരെ വെക്കൂ. അപ്പോഴത്തേക്ക് പണി അറിഞ്ഞുകൂടാത്ത കുറേ മെക്കാനിക്കന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവന് ക്ലച്ച് ഏതാ, ആക്സിലേറ്റർ ഏതാ, റേഡിയേറ്റർ ഏതാ എന്ന് ഇവർ കണ്ടാൽ ഇവനെ തിരിച്ചറിയത്തില്ല. പക്ഷേ ഇവനെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചെങ്കിൽ മാത്രമേ
ഈ വണ്ടി നന്നാവത്തുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ ഈ പണി അറിഞ്ഞുകൂടാത്ത കൺട്രാക്ടർമാരെയും പണി അറിഞ്ഞുകൂടാത്ത മെക്കാനിക്കന്മാരെയും കൊണ്ടുവന്ന് ഈ വണ്ടി പണിയാൻ നോക്കി ഈ വണ്ടി കൂടുതൽ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വണ്ടിയിൽ എത്ര മികച്ച ഡ്രൈവർ കയറിയാലും അതിലുള്ള യാത്രക്കാർ മൊത്തവും എവിടെങ്കിലും പോയി ഇല്ലാതായി പോകുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല എന്നുള്ള എൻ്റെ വ്യക്തമായിട്ടുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിലേക്ക് ഞാൻ കയറണോ വേണ്ടയോ എന്ന ചിന്ത വരുന്നത്. അതോടൊപ്പം 2020 പോലെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ എന്തിന് കയറി എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് നേരത്തെ കയറിയില്ല എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത്. നേരത്തെ കയറാഞ്ഞതിൻ്റെ കാരണം 2020 എറണാകുളത്തിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കത്തക്ക ഒരു വാർത്തകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. അങ്ങനെ ഒരു സംസ്ഥാനമൊട്ടാകെ വളരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി 2020 നേരത്തെ മാറിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും നേരത്തെ തന്നെ ഞാൻ 2020 ചേർന്നേനെ. 2020 കാഴ്ചപ്പാട് വരും കാല സാധ്യതകളെ മനസ്സിലാക്കി നമ്മുടെ തലമുറയ്ക്ക് എന്താണ് ഭാവിയിൽ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്നലകളിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാക്കിയ യുവതലമുറയുടെ ഭാവി ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവരുത് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് ഈ നാട്ടിൽ അനാവശ്യ സമരങ്ങളില്ലാതെ നിയമലംഘനങ്ങളില്ലാതെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ആശയങ്ങളും ചിന്തകളും ദീർഘവീക്ഷണവുമാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ ഒരുമിച്ച് കൈകോർക്കാം എന്നുള്ള ചിന്താഗതിയാണ് ഞാൻ 2020 ചേരുമ്പോൾ ആഗ്രഹിച്ചത്. ഇതേ ചിന്താഗതി നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നുവരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെയിൽ നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ അതിനായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ, അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഒരുമിക്കാം എന്നല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിൽ പറയാനില്ല. അതുകൊണ്ട് ഒരു നല്ല ഭാവിക്ക് വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ ഈ തീരുമാനം ഭാവിയുടെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഈ നാടിനും നമ്മുടെ വരും തലമുറയ്ക്കും വേണ്ടി എന്നാൽ കഴിയാവുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് 2020 നിന്നുകൊണ്ടാണെന്നുള്ള ബോധ്യം എൻ്റെ ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനുള്ള എല്ലാ പിന്തുണയും BJP നയിക്കുന്ന NDA ഉണ്ടെന്നും BJP മുന്നോട്ട് വയ്ക്കുന്ന ഡെവലപ്മെൻറ്റ്സും BJP മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടും BJP മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പ്ലാനുകൾക്കും നിലവിൽ ഈ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള ശേഷിയുണ്ട്. ഈ നാടിനെ പിന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലഹരണപ്പെട്ട ഈ ആശയങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതു രാജ്യം സൃഷ്ടിക്കാൻ, ഒരു പുതു സംസ്ഥാനം സൃഷ്ടിക്കാൻ, ഒരു പുതു ചിന്താഗതി വളർത്തിയെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. എല്ലാവർക്കും പുതിയ ആശയത്തിലേക്ക് സ്വാഗതം, പുതിയ ചിന്തയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ഈ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഈ നാടിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നലകളിൽ നിങ്ങളുടെ ചിന്തകളുമായിട്ട് നിങ്ങൾക്ക് തുടരാം. പക്ഷേ നിങ്ങളെ തൂത്തറിയുന്നൊരു തലമുറ ഉടൻ തന്നെ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.